അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബസമേതം ഒരുമിച്ച് പോയി ഹൗദുൽ കൗസർ കുടിച്ചാലോ? ഒറ്റക്ക് പോയി ഒരു ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ നല്ലത് കുടുംബത്തോടൊപ്പം ഒരു ജ്യൂസ് കുടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അത് നാളെ ആഖിറത്തിൽ ചെന്നിട്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം കിട്ടിയാലോ? മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു അടിപൊളി ദിക്റുണ്ട്. 33 തവണ നമ്മൾ ഈ പറയും പോലെ നിങ്ങളൊന്ന് ചൊല്ലിയാൽ മതി, അല്ലാഹ് താങ്ങിയെടുക്കും. എൻ്റെ അൽഹംദുലില്ലാ എന്ന വിഷയത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ ആഴ്ചത്തെ പ്രഭാഷണത്തിൻ്റെ ബാക്കിയാണ്. ഒന്ന് മനസ്സിരുത്തി കേട്ടു നോക്ക്, നിങ്ങളുടെ ജീവിതം മാറും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എവിടെ ജനിച്ചത്? ഏത് നാട്ടിലാണ് ജനിച്ചത്? എരമത്ത് തന്നെയാണോ? എരമം പള്ളിയുടെ രജിസ്റ്ററിൽ പേരുള്ള ആളുകൾക്ക് എത്ര പേരുണ്ട്? എരമം പള്ളിയുടെ രജിസ്റ്ററിൽ പേര് എല്ലാവരും ഉണ്ട് അല്ലേ? അതുകൊണ്ട് രക്ഷപ്പെടുവോ? നാളെ പഠിച്ചവൻ്റെ അടുത്തിലും പഠിച്ചവനെ എൻ്റെ പേര് എരമം പള്ളിയിൽ രജിസ്റ്ററിലേക്ക് ഉണ്ട് കേട്ടോ, മറ്റേ സോക്കോൾഡ് മുസ്ലിമാണ്, രക്ഷപ്പെടുവോ? കേട്ടില്ല. പിന്നെ എവിടെ പേര് വേണം? അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ മുഅ്മിനുകളുടെ ലിസ്റ്റിൽ എന്ത് വേണം? പേര് വേണം. ആരുടെ ലിസ്റ്റിൽ പേര് വേണം? അള്ളാഹിനെ തിരിച്ചറിഞ്ഞ മുഅ്മിനുകളുടെ ലിസ്റ്റിൽ പേര് വേണം. അപ്പൊ അതിനാണ് യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആ ലിസ്റ്റിൽ നമ്മുടെ പേരെഴുതി ചേർക്കുമാറാകട്ടെ. അപ്പൊ ഈ മുഅ്മിനാകുന്നതിന്റെ അടിസ്ഥാന യോഗ്യതയാണ് റബ്ബുൽ ആലമീനെ തിരിച്ചറിയാന്ന് പറയുന്നത്. ആരെ തിരിച്ചറിയണം? അതായത് നമ്മുടെ ജീവിതത്തിലെ അവന്റെ ഇടപെടലുകൾ, അവന്റെ നടപടിക്രമങ്ങൾ, ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ മനസ്സിലാക്കുക എന്ന് ആ ഇമ്മത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ കാര്യകാരണങ്ങൾ, നമ്മളിപ്പോ ഈ ദുനിയാവിലെ ചില കാര്യകാരണങ്ങളുമായിട്ട് മാത്രമാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവൻ കാഫിർ പോലും ആകാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എടാ, നീ ഇപ്പൊ എങ്ങനെ ഇത്ര ഒരു കച്ചവടമൊക്കെ ഇങ്ങനെ ഇത്ര സമ്പന്നനായത് എങ്ങനെ? എന്തായിരിക്കും നമ്മുടെ മറുപടി? അതിപ്പടാ ഞാനേ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാ. കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ കെട്ടിപ്പടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരില്ലേ? അവർക്ക് എന്തേ സമ്പന്നത ഇല്ലാതെ പോയത്? നിനക്കെന്താണ് ഉള്ള ഇത്ര ആരോഗ്യം? ഞാൻ നല്ല ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കഴിക്കുന്നോണ്ടാണ്. ആണോ? നീ എങ്ങനെ നിന്റെ രോഗം എങ്ങനെ ശിഫയായത്? അത് നമ്മുടെ മറ്റേ ജോണി ഡോക്ടർ ഇല്ലേ, മറ്റേ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഡോക്ടർ, ആ പുള്ളിയുടെ മരുന്ന് കിട്ടില്ലനാണ്. അയാൾ ചികിത്സിച്ചതുകൊണ്ടാണ് ശിഫയായത്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ഡോക്ടറാൽ ചികിത്സിക്കപ്പെടുന്ന എല്ലാ രോഗികൾക്കും എന്ത് കിട്ടണം? ശിഫ കിട്ടണം. അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഒരാൾ പറയാണ്, ഇപ്പോ ഈ മഴയും നല്ല കാലാവസ്ഥയൊക്കെ കൊണ്ട് എന്റെ കച്ചവടം അടിപൊളിയായി. റബ്ബിന്റെ ഇടപെടലില്ലാതെയാണ് ആ മനുഷ്യന്റെ വായിൽ നിന്ന് ആ വർത്തമാനം വരുന്നതെങ്കിൽ, റബ്ബിന്റെ ഇടപെടലുണ്ട് എന്നുള്ളൊരു ചിന്തയില്ലാതെ അത്തരം വർത്തമാനം വായിൽ നിന്ന് വന്നാൽ അവൻ കാഫിറാകും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവരോട് ചോദിക്കാൻ, എടാ കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം അടിപൊളിയാണ്, ഞാൻ കഷ്ടപ്പെട്ട അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും. എന്നാൽ എന്റെ റബ്ബ് എന്നെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിച്ചു. ഈ കച്ചവടം എന്ന ഉപാധിയിലൂടെ എന്റെ റബ്ബ് എന്നെ സമ്പന്നനാക്കി എന്ന ബോധ്യമില്ലാതെയാണ് അവനത് പറയുന്നതെങ്കിൽ കാഫിറായി എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അലാ ചറൗന മാദാ ഖാല റബ്ബുക്കും. സ്വഹാബ, നിങ്ങളുടെ പടച്ചോൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? യാ റസൂലല്ലാഹ്, എന്താണ് റബ്ബ് പറഞ്ഞത്? അല്ലാഹ് പറയുന്നുണ്ട്, മാ അൻഅംതു അലാ അബ്ദി മിൻ നിഅമിൻ. ഞാൻ കുറെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇല്ലാ അസ്ബഹ ഫരീഖും മിൻഹും ഇല്ലാ കാഫിറൂൻ. പക്ഷെ കുറെ ആൾക്കാര് അനുഗ്രഹം മേടിച്ചിട്ട് കാഫിറായി പോയി എന്ന് അള്ളാഹു പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹ് എന്തേ അങ്ങനെ ആയി പോവാൻ കാരണം? ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്നത് അൽ കവാക്കിബ് ബിൽ കവാക്കിബ്,
അതെ, അവൻ നന്നാവാത്തതിന്റെ കാരണേ ഇന്നാലിന്റെ നക്ഷത്രത്തിൽ അവൻ ജനിച്ചത് കൊണ്ടാണ്. നമ്മുടെ താത്താന്മാര് പറയാറില്ലേ പലപ്പോഴും, അല്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഉസ്താദിന്റെ നക്ഷത്രം ഏതാണ്? ഞാൻ കിളിപോയി നിന്ന്, അല്ലേ? നക്ഷത്രം നോക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പ്രസവിച്ച ഉടനെ ഇപ്പൊ എൻ്റെ ഒരു അനുഭവം തന്നെ പറഞ്ഞാല്, ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എൻ്റെ പെങ്ങള് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ കോട്ടയം കിംസിലായിരുന്നു, ഞാൻ അവിടെ ചെന്നു. ഇപ്പോൾ കുറേ കുടുംബക്കാരും ഉണ്ട്. പ്രസവം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ നേരത്തെ പരിചയമുണ്ട് ഡോക്ടറെ. അങ്ങനെ എല്ലാം സംസാരിച്ചിരിക്കുന്ന എൻ്റെ ഇടയിൽ നമ്മുടെ കുടുംബത്തിലൊരു ഒരു വയസ്സായൊരു മോടി വന്നിട്ട്, മോനെ പുള്ളിയുടെ നക്ഷത്രം നോക്കണോട്ടാ. ഇതാണ് സംഗതി. പിന്നെ എല്ലാം ആ നക്ഷത്രം അതൊരു മുസ്ലിം ചര്യയിലുണ്ടോ? അങ്ങനെ ഉണ്ടോ? സാധ്യത ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത്? നമുക്കറിയാം, സംഗതി പുറത്തു പറയണ്ട. അങ്ങനെ നോക്കല്ല, അത് കാഫിറുകളുടെ ഏർപ്പാടാണ്, നമുക്കില്ല. അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ അത് നക്ഷത്രത്തിന്റെ മേൽ പഴിചാരുന്ന സ്വഭാവം, കാലത്തിന്റെ മേൽ, അല്ലേ? നമ്മളിപ്പോ കൃഷി നശിച്ചു, എന്താ കാരണം? ഒരു മഴക്കാലം, അല്ലേ? മഴ അങ്ങോട്ട് വന്ന് ടെങ്ങറാക്കി കളഞ്ഞു. ഇവിടെ എവിടെയാണ് റബ്ബിന്റെ ഇടപെടൽ? എവിടെയാണ് ഇവിടെ? നമ്മളെപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അള്ളാഹ് കൊടുത്തിട്ടുണ്ടോ? പ്രപഞ്ചത്തിന്റെ ചലനം കൊണ്ട് ആകപ്പാട് ഇടങ്ങേറായി പോയി എന്നാണ്. ഇത് റബ്ബിനെ മറന്നുകൊണ്ടാണെങ്കിൽ, അള്ളാഹ് എന്ന ചിന്ത ഇല്ലാതെയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഇടപെടലുണ്ട് എന്ന ബോധ്യമില്ലാതെയാണെങ്കിൽ അവൻ കാഫിറാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാന്റെ ഇടപെടലില്ലാതെയാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലാൽ വന്നാൽ നമ്മൾ ആരായിപ്പോയിന്ന? കാഫിറായിപ്പോയി. എല്ലാം നടക്കുന്നത് ആരുടെ ഇടപെടലുകൾ കൊണ്ടാണ്? അള്ളാന്റെ. ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്നാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ, അവിടുന്ന് റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞിട്ട് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു സംഗതി പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയുസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എൻ്റെ റബ്ബ് അല്ലദീ ഖലഖനി, എന്നെ പടച്ചതാരാണ്? എന്നെ സൃഷ്ടിച്ചതാരാണ്? ആരാണ്? എൻ്റെ വാപ്പാടെയും ഉമ്മാടെയും ദാമ്പത്യ ബന്ധത്തിൽ ഞാൻ പൂത്തുലഞ്ഞു, അല്ലെങ്കിൽ അവരങ്ങനെ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞാൻ പിറന്നൊന്നുമില്ല. അതൊക്കെ ഒരു നിദാനം മാത്രം, ജസ്റ്റ് റീസൺ ഓൺലി. ആരാണ് എന്നെ പടച്ചത്? ആ ഉമ്മയും വാപ്പയും ഇല്ലായിരുന്നുവെങ്കിലും എന്നെ പടക്കാൻ ആർക്ക് പറ്റും? സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. വഹുവ യഹ്ദീൻ, എനിക്ക് വഴി കാണിച്ചതാരാണ്? അത് സന്മാർഗത്തിലേക്കാണെങ്കിലും കച്ചവടത്തിലേക്കാണെങ്കിലും ഏത് മേഖലയിലേക്കാണെങ്കിലും എനിക്ക് വഴി കാണിച്ചതാരാണ്? ഹുവ യുത്ഇമുനി വയുസ്ഖീൻ, എന്നെ കഴിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും ആരാണ്? കഴിപ്പിക്കുന്ന കാര്യം നമ്മൾ ജുമഅക്ക് പറഞ്ഞില്ലേ, അല്ലേ? ഈ കൈപൊക്കാൻ എനിക്ക് കഴിവുണ്ടോ? ഉണ്ടോ? ഈ ഭക്ഷണം വാരിയെടുക്കാൻ എനിക്ക് കഴിവുണ്ടോ? വായിലേക്ക് വെക്കാൻ കഴിവുണ്ടോ? ചവയ്ക്കാൻ കഴിവുണ്ടോ? ഇറക്കാൻ അപ്പൊ എനിക്കിങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വാരിയെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് എന്നെ ഭക്ഷിപ്പിക്കുന്ന ഒരു അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. സ്വയമേവ വെള്ളം എടുത്ത് കുടിക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഈ കൈയൊന്ന് നനക്കാൻ കഴിവുണ്ടോ? ഗ്ലാസ് എടുക്കാൻ കഴിവുണ്ടോ? അല്ലെ, കൂജയിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിവുണ്ടോ? കുടിക്കാൻ കഴിവുണ്ടോ? ഇതൊക്കെ നമ്മുടെ കൈ ഇങ്ങനെ യാന്ത്രികമായി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് പ്രവർത്തിക്കുന്നതാണോ? അല്ലേ? ഇത് പ്രവർത്തിപ്പിക്കുന്ന ഒരു കർത്താവിന്റെ പിന്നിലുണ്ട്, അല്ലേ? ക്രിയ ചെയ്യുന്ന ഒരു കർത്താവിന്റെ പിന്നിലുണ്ട്. അതാരാണ്? അല്ലാ. എന്നെ വെള്ളം കുടിപ്പിക്കുന്ന അല്ലാ. ഞാൻ കിടക്കാൻ നേരത്ത് ഈ പുതക്കാറുണ്ടോ നിങ്ങള്? ഉണ്ട്, അല്ലേ? നല്ല തണുപ്പത്ത് പുതച്ചു മൂടി കിടക്കാൻ നല്ല സുഖമാണ്. നിങ്ങൾക്ക് കൈ ഇങ്ങനെ നീട്ടി ആ പുതപ്പെടുക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? ഉറക്കെ പറഞ്ഞുണ്ടോ? അതിങ്ങനെ വലിച്ച് മേലേക്ക് ഉയർത്താൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ആരാണത് ചെയ്യിപ്പിക്കുന്നത്? പുതച്ച് കിടത്തി എന്നെ ഉറക്കുന്ന ഒരു അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ നമ്മൾ ലൈഫിലെ ഓരോ സെക്കൻഡ്സിലും അള്ളാഹുവിന്റെ ഇടപെടലുകൾ തിരിച്ചറിയുകയാണെങ്കിൽ ആ ജീവിതത്തിന് എന്തൊരു മാധുര്യം. എന്നെ കഴിപ്പിക്കുന്നവനായ അള്ളാഹ്, എന്നെ കുടിപ്പിക്കുന്നവനായ അള്ളാഹ്. ഖലീലുല്ലാഹി ഇബ്രാഹിം. ഞാൻ രോഗിയായാൽ എന്നെ ശിഫയാക്കുന്നവൻ ആരാണ്? അല്ലാഹ്. ഡോക്ടറൊന്നുമല്ല. ഒരിക്കലും മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു അത്രേ, അള്ളാഹുവേ, നീയല്ലേ റബ്ബേ രോഗം വിധിക്കുന്നത്? അതെ. രോഗം മാറ്റുന്നത് നീയല്ലേ? അതെ. ജീവിപ്പിക്കുന്നത് നീയല്ലേ? അതെ. മരിപ്പിക്കുന്നത് നീയല്ലേ? അതെ. പിന്നെ ഡോക്ടർമാരുടെ ഡ്യൂട്ടി എന്താണ്? അങ്ങനെ സംഗതി ഉണ്ടല്ലോ. ഡോക്ടറുടെ ഡ്യൂട്ടി എന്താണ്? അപ്പൊ അള്ളാഹ് കൊടുത്തൊരു മറുപടി വളരെ രസകരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്.
സംഗതി അവർക്കൊരു ഉപജീവനവും നിങ്ങൾക്കൊരു സമാധാനവും, അത്രേ ഉള്ളൂ കേട്ടോ മൂസ. അങ്ങനെ ഡോക്ടേഴ്സിനൊരു ഉപജീവനവും നിങ്ങൾക്കൊരു, ഞാൻ ചോദിക്കട്ടെ, ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് ആയുസ്സിൽ നിന്ന് 2 ദിവസം നീട്ടിക്കിട്ടൂന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് കൂട്ടത്തിൽ? ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് ആയുസ്സിൽ നിന്ന് 2 ദിവസം നീട്ടിക്കിട്ടോ? പറഞ്ഞു കിട്ടോ? ട്രീറ്റ്മെന്റ് എടുക്കാത്തത് കൊണ്ട് 2 ദിവസം ആയുസ്സിൽ നിന്ന് കുറയോ? പിന്നെന്താണ് ഡോക്ടർമാരുടെ ഡ്യൂട്ടി? അതാണ് അവർക്കൊരു ഉപജീവനവും നമുക്കൊരു സമാധാനവും. അപ്പൊ ഇതൊക്കെ ഒരു കാരണം മാത്രമാണ്. നമുക്ക് വേദനക്ക് ശമനം വേണം, അതൊരു കാരണമായിട്ട് അതിനെ വെച്ചു, അത്രേ ഉള്ളൂ. ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, എന്നെ ശിഫയാക്കുന്നത് എന്റെ റബ്ബായ അല്ലാഹു ആണെന്ന് ഇബ്രാഹിം. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ആരാണ്? ഇപ്പോ എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് അവർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇന്നല്ലാഹ, സർവ്വലോക പരിപാലകനായ അല്ലാഹ്, റബ്ബി, എന്നെ പോറ്റുന്നവനാണ്. റബ്ബുക്കും, നിങ്ങളെയും പോറ്റുന്നത് ആരാണ്? ഫഅ്ബുദു, ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ആളെ ഇബാദത്ത് ചെയ്യാനല്ല, നിങ്ങളെ പോറ്റുന്ന, നിങ്ങളെ കഴിപ്പിക്കുന്ന, നിങ്ങളെ കുടിപ്പിക്കുന്ന, നിങ്ങളെ ഉടുപ്പിക്കുന്ന, നിങ്ങളെ കുളിപ്പിക്കുന്ന, നിങ്ങളെ ഉറക്കിക്കിടത്തുന്ന, നിങ്ങൾക്കെല്ലാം ചെയ്തു തരുന്ന നിങ്ങളുടെ രക്ഷിതാവായ ഒരു അല്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹുവിനെ ഫഅ്ബുദു, നിങ്ങൾ ആരാധിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹ്. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ പാത. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇതാണ് ചൊവ്വായ പാത. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ മുഴുവൻ പാത റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ്. കേവലം നിസ്കരിക്കലല്ല, കേവലം നോമ്പ് പിടിക്കലല്ല, ഇതൊക്കെ വെറും തലകുത്തി മറിയലും ഗോഷ്ടി കാണിക്കലും ഒക്കെയാണ്. അല്ലാഹ് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, പടച്ചോൻ ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം എന്താണ്? എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അവനെ അറിഞ്ഞു വണങ്ങാനാണ്, വെറുതെ ഇബാദത്ത് ചെയ്യാനല്ല, അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് സിറാത്തുൻ മുസ്തഖീം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരാൾ മരിച്ചാൽ ചോദ്യമില്ലേ? ഇല്ലേ? എവിടെയാ ചോദിക്കുക? എവിടെ വെച്ചാ ചോദിക്കുക? ഖബറിൽ, ഇല്ലേ? എന്നാൽ ഖബറിലും മുൻപ് ചോദ്യം ഉണ്ട് എന്നാണ്. ഇന്നല്ലാഹ തആല യസ്അലുഹു 40 സുആലൻ. മനുഷ്യൻ മരിച്ച് ഖബറിൽ എത്തുന്നതിന് മുൻപ് 40 ചോദ്യങ്ങൾ അല്ലാഹ് ചോദിക്കും. ഇത് തൗറാത്തിലുണ്ട്. ഇമാം ഗസ്സാലി റഹിമഹുല്ല അയ്യുഹൽ വലദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 40 ചോദ്യങ്ങൾ അല്ലാഹ് എന്ത് ചെയ്യും? ഒരു മനുഷ്യനോട് മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അയ്യാമൻ വശുഹൂറൻ, മോനെ നിനക്ക് കുറെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഞാൻ തന്നില്ലേ? ഇല്ലേ? നിനക്ക് ഞാൻ തന്നില്ലേ? സിനീൻ, മനുഷ്യന്മാര് നോക്കുന്ന ഇടങ്ങളൊക്കെ നീ ഭംഗിയാക്കി വെച്ചിട്ടില്ലേടാ? എനിക്ക് മനസ്സിലായില്ല. പടപ്പുകൾ നോക്കുന്ന ഇടമൊക്കെ നിങ്ങൾ ഭംഗിയാക്കിയില്ലേ? സിനീൻ, കൊല്ലങ്ങളോളം എടുത്തിട്ട്. ഒരു വീട് പണിയാൻ എത്ര കൊല്ലം എടുത്തു? സ്വന്തമായിട്ട് കുറെ നാളുകൾ കഷ്ടപ്പെട്ട് വീട് പണിതവരൊക്കെ ഒന്ന് കൈ നോക്കിയേ. കുറെ നാൾ കഷ്ടപ്പെട്ട്, മാഷാ അല്ലാഹ്, അല്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹു ആ വീട്ടിലൊക്കെ സമാധാനം തരട്ടെ. എന്തിനാ വീട് പണിത്? അത് ആരുടെ നോട്ടസ്ഥലാണ്? സമാധാനം കിട്ടാൻ ഇപ്പൊ വാടക വീട്ടിൽ കിടന്നാലും പോരെ? ഇത് ആരുടെ നോട്ടസ്ഥലാണ് ഈ വീട്? പടപ്പുകളുടെ നോട്ടസ്ഥലാണ്. അത് ഭംഗിയാക്കാൻ കടം കയറാൻ നമ്മൾ തയ്യാറാണ്, അല്ലേ? ചില പറയും, കെട്ടിയോള് പറയും ചിലപ്പോ, 4 ആൾ കയറി വരുന്ന സ്ഥലമാണ്, ഒന്ന് മെനക്ക് ഇച്ചിരിയൊക്കെ ഭംഗി വേണം, ഫ്രണ്ടിലേക്ക് ഇത്തിരി സ്പേസ് വേണം, നമുക്ക് 2 കാറെങ്കിലും ഇടണം. എടി നമുക്ക് കാറില്ലല്ലോ, എന്നാലും വന്നോരിക്ക് കാറുണ്ടാവുമല്ലോ, അല്ലേ? അങ്ങനെയാണെങ്കിലും കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ട് ഇതൊക്കെ പണിയണം നമ്മുടെ ആഗ്രഹമാണ്. നല്ല കാറ് വേണം. ഇപ്പൊ ചിലപ്പോഴൊക്കെ അതിഥികളെ വീട്ടിലേക്ക് വിളിക്കാൻ തന്നെ നമുക്ക് മടിയായിരിക്കും. കാരണം എന്താ? വീടിപ്പം ആകെ അലങ്കോലായി കിടക്കും. ഇപ്പൊ വരണ്ടാട്ടാ, നമുക്ക് കിടന്ന് കുടിക്കാം, കടയിൽ നിന്ന് ചായ കുടിക്കാം. ഇത് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞാൽ സാധ്യത ചിലപ്പോൾ ചിന്തിക്കണ്ടാവും. അപ്പൊ എന്താണ്? ജനങ്ങളുടെ അല്ലെങ്കിൽ പടപ്പുകളുടെ നോട്ടസ്ഥലം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഭംഗിയാക്കും. എന്റെ നോട്ടസ്ഥലം ഭംഗിയാക്കാൻ 1 മണിക്കൂർ പോലും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ മനുഷ്യ. നിന്റെ ഹൃദയത്തിലേക്ക് എല്ലാ ദിവസവും ഞാനിങ്ങനെ നോക്കും. നീ ആ കറ കഴുകുന്നുണ്ടോ? നീ വൃത്തിയാക്കുന്നുണ്ടോ? നിന്റെ കൽബിൽ ഞാനുണ്ടോ? ഞാനിങ്ങനെ നോക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ടും എനിക്ക് നീ അതിനൊരു സ്ഥലം തന്നില്ലല്ലോ. അൽ ഖൽബു അർശുല്ലാഹ്, ആ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം നീ തന്നില്ലല്ലോ. നീ അവിടെ പടപ്പുകളുടെ മാത്രം നോട്ടസ്ഥലങ്ങൾ ഭംഗിയാക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ നോട്ടസ്ഥലം നീ ഭംഗിയാക്കിയില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മറുപടി ഉണ്ട്, പടച്ചോനെ, നിന്റെ നാമം പറഞ്ഞുകൊണ്ട് നടന്നതല്ലാതെ
നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ അല്ലാ. ഞങ്ങളിങ്ങനെ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്, തീർന്നു, ഞങ്ങളുടെ പഠിത്തമൊക്കെ തീർന്നു. ഞങ്ങൾ അള്ളാഹിനെ അറിഞ്ഞില്ല, അൽഹംദുലില്ലാ അറിഞ്ഞില്ല. അത്തരം സന്ദർഭങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്തില്ല. പടച്ചോനെ, നിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ നടന്നു എന്നല്ലാതെ നിന്നെ അറിഞ്ഞില്ലല്ലോ അല്ലാ. വിളിച്ചു പറയുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാന്റെ നോട്ടസ്ഥലം ഏതാ? പറഞ്ഞ ഏതാ നോട്ടസ്ഥലം? ഖൽബാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അഅമാലിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അല്ലാഹ് നിങ്ങളുടെ ബാഹ്യ പ്രകടനങ്ങളിലേക്കൊന്നും നോക്കുന്നില്ല. അല്ലാഹ് നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണ്. നീ ഇപ്പൊ ദാനം ചെയ്തു, നിന്റെ കൽബിൽ എന്താണെന്നാണ് പഠിച്ചു നോക്കണത്. നാലാളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ട. പുഴു വീണ ബിരിയാണി നമ്മൾ കഴിക്കൂല, പിന്നെ പുഴുക്കുത്തുള്ള ബിരിയാണി അള്ളാഹ് കൊടുക്കുന്ന എന്തിനാ? പുഴു വീണ ബിരിയാണി നമ്മൾ കഴിക്കോ? പുഴു വീണ ബിരിയാണി നമ്മൾ കഴിക്കോ? കഴിക്കില്ല. പിന്നെ പുഴുക്കുത്തുള്ള ഇബാദത്ത് അള്ളാഹ്ക്ക് വേണോ? വേണ്ട. അപ്പൊ നല്ല ഇബാദത്ത് അള്ളാഹുവിന് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയുന്ന അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹിന്റെ നോട്ടസ്ഥലം ഭംഗിയാക്കണം. നോട്ടസ്ഥലം കൽബാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ ഭംഗിയാക്കും? കറയുണ്ട്, കറ കഴുകിക്കളയണം. കഴുകാനുള്ള വെള്ളം ഏതാ? കഴുകാനുള്ള വെള്ളം ഏതാണ്? എന്തോനെ? കഴുകാനുള്ള വെള്ളം ഏതാണ്? നിങ്ങൾ പറയണില്ല. കൽബ് കഴുകാനുള്ള വെള്ളം വന്നോ ഇല്ലേ? വെള്ളം നമ്മുടെ തൗബയല്ല, ഞങ്ങളുടെ തമ്പുരാനെ എന്ന് വിളിച്ചാലും സംഗതി നടക്കൂല. കൽബ് കൊട്ടിയിട്ട് കണ്ണീന്ന് തന്നെ വെള്ളം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വെള്ളം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഒരു 2-3 ദിവസം തഹജ്ജുദിന്റെ നേരത്ത് ഒറ്റക്ക്, ഭാര്യ അറിയണ്ട, മക്കൾ അറിയണ്ട, ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട്, പടച്ചോനെ എന്റെ കൽബൊന്ന് തുറന്നതാ അല്ലാ, എന്റെ കൽബിൽ നിനക്കൊരിടം താ അല്ലാ, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന കൽബ് നീ താ അല്ലാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞ വാക്ക്, എടാ ഷാഫി, പൊണ്ടാട്ടിയെ നീ പക്കത്തിലേ വൈ, ഉന്നോട് റബ്ബെ നീ കൽബിലേ വൈ. ഗുടിയോ എന്നാണ് പറഞ്ഞ്? കെട്ടിയോളം എവിടെ വെക്ക്? നിന്റെ അടുത്ത് വെക്കടാ. അള്ളാനെ നീ എവിടെ വെക്കണം? എന്റെ കൽബിൽ കെട്ടിയോളം മാത്രമേ ഉള്ളൂ, അടുത്തോട്ട് വെക്ക്. എന്നിട്ട് കൽബിന്റെ അകത്തേക്ക് ആരെ വെക്കണം? പൊണ്ടാട്ടിയെ പക്കത്തിലേ വൈ, അള്ളാവേ കൽബിലേ വൈ. അവൻ കൽബിലുണ്ടാകണം. ആ റബ്ബിന് വേണ്ടി കരയണം. ഒരു 3 ദിവസം കരഞ്ഞു നോക്കിയേ, കൽബൊന്ന് തെളിഞ്ഞു തുടങ്ങും. 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കിയേ, കൽബ് വല്ലാതെ തെളിയും. ചെയ്തു നോക്കുമെന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. വന്നിട്ട് ആ സമയത്ത് പൂരം ഉറക്കം അല്ലേ? ട്രൈ ചെയ്യണം. കൽബ് തുറക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിച്ച ജീവിതമൊന്നും അല്ലാന്നേ, ഒരു സമാധാനം വേണ്ടേ? ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ കിട്ടും സ്വർഗം, സമാധാനം കൽബിൽ ആരുണ്ടെങ്കിൽ. ആഖിറത്തിലോട്ടൊന്നും പോണ്ട. ഇവിടെ സ്വർഗം കിട്ടിയാ പിന്നെ ആഖിറത്തിൽ എന്തായാലും സ്വർഗല്ലേ? ഇവിടെ സ്വർഗം കിട്ടും, ഇവിടെ സമാധാനം കിട്ടും. ഇവിടെ സമാധാനമുള്ള എത്ര പേരുണ്ട് കൂട്ടത്തില്? ചോദിക്കണല്ലേ, ക്വസ്റ്റ്യൻ മാറ്റണം ഇരിക്കട്ടെ. അപ്പൊ അവിടെ നിന്ന് നേരെ പോയി എങ്ങോട്ടാ പോണേ? ഖബറിലേക്കാണ്. ഖബറിൽ ചെല്ലുമ്പോ ചോദിക്കും, എന്താ ചോദിക്കണേ? ആദ്യത്തെ ചോദ്യം എന്താണ് ഖബറില്? എന്താണ് ആദ്യത്തെ ചോദ്യം? മൻ റബ്ബുക, എന്താണ് നിന്റെ റബ്ബ്? ഞാനിവിടെ നിന്ന് ട്യൂഷൻ ക്ലാസ് ഒക്കെ എടുത്ത് പഠിച്ചുകൊണ്ട് പോയി അവിടെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? പറ്റൂല. സിമ്പിൾ ആൻസർ ഒക്കെ സിമ്പിൾ. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ്. സിമ്പിൾ ആൻസർ പറയാൻ പറ്റുമോ? പറയണമെങ്കിൽ ഇവിടെ റബ്ബിനെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് തൃപ്തിപ്പെട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിൽ ജീവിച്ചവർക്ക് അത് പറയാൻ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റൂല. ഷാഫിയും ദാദി എല്ലാ ദിവസവും റബ്ബിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമില്ല. ഷാഫിയും ദാദി എവിടെ ജീവിക്കണം? റബ്ബിൽ ജീവിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിൽ ജീവിച്ചാൽ മൻ റബ്ബുക്ക്, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ പറയാൻ പറ്റും റബ്ബി അല്ലാ, എന്റെ റബ്ബ് എന്റെ ഉമ്മയല്ല, എന്റെ റബ്ബ് എന്റെ ബാപ്പയല്ല, എന്റെ റബ്ബ് എന്റെ ഭർത്താവല്ല, ഭാര്യയല്ല, സന്താനങ്ങളല്ല, എന്റെ മുതലാളിയല്ല, ആരാരുമല്ല, എന്റെ റബ്ബ് അല്ലാഹു മാത്രമാണ്. ഈ ബോധ്യത്തിൽ ജീവിച്ചവനാരോ അവൻ പറയും
അല്ലാഹു റബ്ബി. അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉള്ളറിഞ്ഞ് ഓതി പ്രാക്ടിക്കലാക്കിയ മനുഷ്യനാണെങ്കിൽ അവൻ പറയുന്നത് അല്ലാഹു റബ്ബി. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. മുഅ്മിൻ എന്ന് പറഞ്ഞ ഒറ്റ ഗ്രൂപ്പാണ്, ഒരുപാട് പേരൊന്നുമില്ല, ഒറ്റ ഗ്രൂപ്പാണ്. ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയുമ്പോ വജിലത് ഖുലൂബുഹും. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹ് എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ? ഇപ്പൊ വേണ്ട, നരേന്ദ്രമോദി നമ്മുടെ മനസ്സിൽ ഒരു രൂപം വന്നില്ല, ഒരു സംഗതി വന്നില്ലേ? അമിത്ഷാ ഉണ്ടാക്കിയടങ്ങിയവരോട് പോയി നമ്മുടെ മനസ്സിൽ വന്നു അല്ലേ? വേണ്ട, ഇനി അഷ്റഫുൽ ഹൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹ്. ബന്ധമുള്ളവർക്ക്, മുത്തുനബിയെ തിരിച്ചറിഞ്ഞവർക്ക് മനസ്സിലൊരു മഹബത്ത് ഇങ്ങനെ വിടരും അല്ലേ? അല്ലാഹ് എന്തുട്ടാ വന്ന് വല്ലം വന്നോ? എന്തു വന്നു? എന്ന മുഅ്മിൻ ആരാണ്? വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയത്തിൽ ഒരു പ്രകമ്പനം. അല്ലാഹ് എന്ന് പറയുമ്പോ ഖൽബിനകത്തൊരു പ്രകമ്പനം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബി, പ്രിയപ്പെട്ട മകൻ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി റളിയല്ലാഹു അൻഹു, മുത്തബിഉ സുന്ന, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കൂല. അതായത് ഒരു സ്ഥലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് മൂത്രമൊഴിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്ഥലത്ത് പിന്നെ ഇരുന്നു, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാ രണ്ട് സ്ഥലത്തിരുന്നത്? അതെ, ഞാൻ അവിടെ ഇരുന്നത് എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയതാ. അപ്പൊ അപ്പുറത്തിരുന്നതോ? അത് പണ്ട് ഞാൻ നബിതങ്ങളുടെ കൂടെ പോയപ്പോൾ റസൂലുള്ള മൂത്രമൊഴിക്കാൻ ഇരുന്ന സ്ഥലത്ത് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാനെന്നിരുന്നതാണ്. അങ്ങനെ സുന്നത്ത്. ഒരു മരുഭൂമിയിലൂടെ പോകാൻ പെട്ടെന്ന് തല കുനിച്ചിങ്ങനെ നടന്നുപോയി. അല്ലപ്പോ ഇവിടെ തല കുനിക്കാൻ മാത്രം വേറെ സംഗതികളൊന്നും ഇല്ലല്ലോ, മരമൊന്നും. അത് ഞാനും മുത്തുനബിയും കൂടെ അന്ന് പോകുമ്പോൾ ഇവിടെ മരം ഉണ്ടായിരുന്നു, റസൂലുള്ള കുനിഞ്ഞു ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി. ഇതാണ് അങ്ങനെ തന്നെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാതെ ചില വിദ്യാർത്ഥികാർ പറയണ പോലെ നബിയായി ചെയ്തത് വേറെ, മനുഷ്യനായി ചെയ്തത് വേറെ. അങ്ങനെയൊക്കെ ഒരു വേർതിരിവ് അള്ളാന്റെ ഖുർആനിലോ സുന്നത്തിലോ നമുക്ക് കാണാൻ പറ്റൂല. ഈ ജാതി ചിന്തകളൊക്കെ അള്ളാഹു നമുക്ക് നല്ല ബോധ്യം തരട്ടെ. അങ്ങനെയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും നിസ്കരിക്കാൻ നിൽക്കാൻ, ഇമാമത്ത് നിൽക്കാൻ, ഫാത്തിഹ ഓതി ഒരു സൂറത്ത് ഓതി വന്നിട്ട് യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ജനങ്ങളെല്ലാവരും പോയി വിചാരണയ്ക്ക് നിൽക്കുന്ന നിമിഷത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആയത്തോതിയപ്പോ ബോധം കെട്ടങ്ങ് വീണുപോയി. പ്രഷർ കയറിയതല്ല, പ്രഷർ കയറി അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞതൊന്നുമല്ല. അല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് കൽബിൽ വല്ലാത്തൊരു വിറയല്, കൽബൊന്ന് പ്രകമ്പനം കൊണ്ടു. വജിലത് ഖുലൂബുഹും വസാദത്തുഹും ഈമാന, ഈമാനങ്ങ് കൂടി, പ്രഷർ കൂടിയതല്ല, ഈമാൻ കൂടി, ബോധം കെട്ടു വീണു. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ബോധ്യം നമുക്ക് വേണം. റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ പറ്റണം. അതായത് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, പ്രകൃതിയിൽ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. പ്രകൃതിയിൽ റബ്ബുൽ ആലമീൻ നമുക്ക് തിരിച്ചറിയാലോ, ഒരുപാട് അവസരങ്ങളുണ്ട്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇപ്പൊ വേണ്ട, എല്ലാ ദിവസവും ആകാശം ചോദിക്കും, പടച്ചോനെ നീ എനിക്ക് തൂണുകളില്ലാതെ എന്നെ നീ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ്. ഈ നന്ദി കെട്ട മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ഒരൊറ്റെണ്ണത്തിന് നന്ദിയില്ലല്ലോ പടച്ചോനെ, ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തോട്ട് വീഴട്ടെ. ആര് ചോദിക്കും? ആകാശം ചോദിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. ഭൂമി ചോദിക്കും, പടച്ചോനെ നീ എന്നെ ഇങ്ങനെ ഒരു വിരിപ്പ് പോലെ നിർത്തിയിട്ടുണ്ടല്ലോ, ഇവന്മാര് മുഴുവൻ നന്ദി കേടാണ് കാണിക്കണല്ല, നിന്നോടൊരു നന്ദിയില്ല, ഞാൻ ഇതുങ്ങളെയൊക്കെ വിഴുങ്ങിക്കളയട്ടെ അല്ലാഹ്. ബഹർ, കടല് ചോദിക്കും, പടച്ചോനെ ഞാനങ്ങ് അടിച്ച് വീശട്ടെ അല്ലാഹ്, ഇവന്മാരുടെ നന്ദികേട് സഹിക്കാൻ പറ്റണില്ല. അല്ലാഹ് പറയും, ഞാനാണ് അവരുടെ റബ്ബ്, നിങ്ങളല്ല. ഓവറാകണ്ട, നിൽക്കേണ്ട അടുത്ത് നിന്നാ മതി, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവരെന്റെ അടിമകളാണ്. അള്ളാഹു പറയും സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു ഹദീസ് ഇങ്ങനെ കാണാം, മാമിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹർ, എല്ലാ രാത്രിയിലും ബഹർ എന്ന് പറഞ്ഞാല് അറബിയിൽ കടല് മാത്രല്ല, ഈ വലിയ അർത്ഥത്തിലുള്ള തടാകങ്ങളൊക്കെ ഏതിൽ പെടും? ബഹറിൽ പെടും. ഇപ്പൊ വേണ്ട, ഇപ്പോ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടുമോ? മഴക്കാലം വരുമ്പോ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നാണ്. മുല്ലപ്പെരിയാറിനെയും കൂടെ നമുക്ക് ആ ബഹറിൽ ചേർക്കാം. പാതിരാത്രി സമയത്ത് ഈ മുല്ലപ്പെരിയാറും എല്ലാ കടലുകളും അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹിനോട് അവർ ചോദിക്കും, ആദം, പടച്ചോനെ ഈ ആദം മക്കളുടെ തെമ്മാടിത്തം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല, നിന്നോട് ചെയ്യുന്ന നന്ദികേട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനങ്ങ് പൊട്ടട്ടെ അല്ലാ. ആര് ചോദിക്കും? ഓരോ രാത്രിയിലും മുല്ലപ്പെരിയാർ ചോദിക്കും, അറബിക്കടൽ ചോദിക്കും, എല്ലാം ചോദിക്കും, ഞങ്ങളങ്ങ് പൊട്ടട്ടെ അല്ലാ. ഫയകുഫുഹു ബിമന്നിഹി വകറമിഹി, അവന്റെ ഔദാര്യം കൊണ്ട്
അവയെ അള്ളാഹു പിടിച്ചു വെക്കുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മഴയൊന്നുമല്ല മുല്ലപ്പെരിയാറിനെ പൊട്ടിക്കുന്നവൻ അള്ളയാണ്. അസ്ബാബുകളിലേക്ക് പോകാതെ മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിലേക്ക് തിരിയണം നമ്മുടെ കൽബ്. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ കാരണങ്ങളാണ്. അപ്പോ എല്ലാ രാത്രിയും മുല്ലപ്പെരിയാർ ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഉമ്മാരുടെ ചെയ്ത്ത് കണ്ടിട്ട് ഞാൻ എരമത്തേക്കൊന്നും ഒഴുകട്ടെ അല്ല, എരമം കുഴപ്പമില്ല, അപ്പുറത്ത് പാനായക്കുളത്തേക്ക് ഒഴുകട്ടെ അല്ല, അല്ലേ? പാനായക്കുളത്തായിരുന്നില്ലോട് ഒഴുകട്ടെ. അപ്പൊ എന്താ പറയാ, അള്ളങ്ങ് പിടിച്ചു വെക്കും. എന്റെ അടിമകളെ, എന്റെ വേണ്ടാന്ന്. ഇപ്പൊ സുമാത്രയിൽ ഉണ്ടായ ചെറിയ കടലിന്റെ അടിയിലുണ്ടായ ചെറിയൊരു ഭൂമി കുലുക്കാണ്, അല്ലെങ്കിൽ ചെറിയൊരു കുലുക്കാണ് സുനാമിയായി മാറിയത്. ഇവിടം വരെ അടിച്ചില്ലേ? എത്ര മനുഷ്യന്മാര് മരിച്ചുപോയി, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? എല്ലാ കടലും ഒന്ന് പൊട്ടിയാലോ? ഖിയാമത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കും. ഇടക്കിടക്ക് ചില ടെസ്റ്റ് ഡോസ് തരും നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട്, അല്ലേ? ഓരോ രാത്രിയിലും അങ്ങനെ ചോദിക്കപ്പെടുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി നമ്മുടെ കുടുംബത്തിലെ തർബിയത്ത് ഞാൻ ചുരുക്കാണ്, ബോറടിക്കുന്നുണ്ടാ? അപ്പൊ തന്നെ അർത്ഥം കുടുംബത്തിലെ തർബിയത്തില്ലേ, ഇല്ലേ? നമ്മുടെ എല്ലാ മേഖലയിലും തർബിയത്ത് നമ്മളത് മുമ്പ് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അത് കിട്ടാൻ, ആ തർബിയത്ത് കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ മുഅ്മിനൂനിൽ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് പറയുമ്പോൾ വല്ലദീന യഖൂലൂൻ, അവർ ദുആ ചെയ്യും, റബ്ബനാ ഹബ് ലനാ വദുർരിയാതിനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, എന്റെ ഇണയെയും എന്റെ കെട്ടിയോളെയും, അവളാണ് ദ്വാരക്കുന്നെങ്കിൽ എന്റെ കെട്ടിയോനെയും മക്കളെയും കൺകുളിർമയാക്കി തരണേ അല്ലാ. പിന്നെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നടക്കണവരായി മാതാപിതാക്കളായി ഞങ്ങളെയും മാറ്റണേ അല്ലാ. ഇത് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. 6 തരത്തിൽ അള്ളാഹു തർബിയത്ത് ചെയ്യുന്നുണ്ട്. 6 സമയങ്ങളിൽ അള്ളാഹു തർബിയത്ത് ചെയ്യും കുടുംബത്തെ. ഒന്ന് ഈ ദുനിയാവിൽ തന്നെയാണ്, അല്ലേ? ഒരു അനുസരണ ഇല്ലാത്ത കെട്ടിയോളാണെങ്കിൽ തീർന്നില്ലേ? വീട്ടിലേക്ക് പോകാൻ തോന്നുമോ? ഒന്നും പറയണില്ലോ നിങ്ങള്. അപ്പൊ കെട്ടിയോമാരെ കൊണ്ട് ആ പെണ്ണ് വിടണ പാടക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ലേ? ഒരു അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടെയും അവന്റെ തർബിയത്തുണ്ട്. ഇനി രണ്ടാമത് മരിക്കുന്ന നേരച്ചാണ്. മരിക്കുന്ന സമയത്ത് മരണവെപ്രാളത്തിൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, പടച്ചോൻ, എന്റെ കുടുംബം, എന്റെ മക്കൾ. അപ്പോഴാണ് മലക്ക് ഒരു വീട് കൊണ്ടുവന്ന് സ്വർഗീയ ഭവനം കാണിച്ചു കൊടുത്തിട്ട് പറയും, വിഷമിക്കണ്ട, ഇതാ കുടുംബസമേതം സ്വർഗത്തിൽ കഴിയാനുള്ള ഇടമാണിത്. അപ്പൊ ഒന്ന് ചിരിക്കും, അപ്പൊ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊന്ന് ചിരിക്കും. വേറെ കഥ പറയാനും കുടുംബത്തെ വിളിച്ച് പറയാനുള്ള നേരമൊന്നും കിട്ടൂല. മക്കളെ, ഞാൻ വാപ്പതെ സ്വർഗം കണ്ടു, അതൊന്നും പറയാനുള്ള നേരം കിട്ടൂല. ആ സ്വർഗം എങ്ങനെ കണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിഞ്ഞവർക്കാണ് കേട്ടോ ഇത്. അതിങ്ങനെ കണ്ട് ചിരിച്ചു മരിക്കും. ചില മയ്യത്തുകൾ ചിരിച്ചു മരിച്ചങ്ങൾ കണ്ടിട്ടില്ലേ? സ്വർഗത്തിലെ കുടുംബ വീട് കണ്ട് ചിരിക്കാന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. ഇനി അവിടെ നിന്ന് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടെ നിന്ന് നേർക്കണ്ണ് കൊണ്ട് കണ്ടതുപോലെ കഅന്നി അൻദുറു ഇലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളെ ഞാനിങ്ങനെ കാണുകയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ ചൊല്ലുന്നവരല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സമുദായത്തിൽ ചിത്രത ഉണ്ടാക്കുന്നവരല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ജീവിക്കുന്ന അള്ളാഹുവിന്റെ സാലിഹീങ്ങൾ, അവരെ ഞാനിങ്ങനെ കാണുകയാണ്. യഖൂമൂന മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറിൽ നിന്ന് അവരിങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കണത്, ഐന വലദി ഐന സൗജി ഐന സൗജത്തി, എന്റെ കുട്ടികളെവിടെ, എന്റെ ഭാര്യ എവിടെ, എന്റെ ഭർത്താവ് എവിടെ? എല്ലാവരും ആ നിമിഷം മുമ്പിൽ പ്രത്യക്ഷപ്പെടും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പോയി അവർ ഹൗദുൽ കൗസർ കുടിക്കും. അതാണ് 4ാമത്തെ തർബിയത്ത്. കുടുംബത്തോടൊപ്പം സംഗതി, നമ്മൾ പോയൊരു ജ്യൂസ് കുടിക്കും പലപ്പോഴും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കും ഹോട്ടലിൽ പോയിട്ട്. കുടുംബത്തോടൊപ്പം പോയി ഒരു ഷെയ്ക്ക് കുടിക്കണതിന്റെ സുഖം അതിന് കിട്ടുമോ? കുടുംബത്തോടൊപ്പം പോയി ഹൗദുൽ കൗസർ കുടിക്കാം. മുത്തുനബി സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാം. കുടുംബത്തോടൊപ്പം എങ്ങോട്ട് പോകാം? സ്വർഗീയ ലോകത്തേക്ക് പോകാം. കുടുംബത്തോടൊപ്പം ഏറ്റവും വലിയ കാഴ്ച റബ്ബുൽ ആലമീനായ തമ്പുരാനെ ദർശിക്കാം. എല്ലായിടത്തും അല്ലാഹുവിന്റെ തർബിയത്ത്. ഇത് നമ്മുടെ കുടുംബത്തിന് എപ്പോഴാ കിട്ടുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തിരിച്ചറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബാണെങ്കിൽ അവർക്കാണത് കിട്ടുക. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. എങ്ങനെ കുടുംബത്തെ അത് പഠിപ്പിക്കണ്ടേ? ചുരുക്കൻ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കും? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം മുമ്പിൽ എപ്പോഴും വെക്കണം: ആരോഗ്യത്തിലും അസുഖത്തിലും, നഷ്ടത്തിലും ലാഭത്തിലും, അപമാനത്തിലും അഭിമാനത്തിലും എല്ലാം ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ തർബിയത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ പ്രാപ്തരാകണം, കുടുംബത്തെ പ്രാപ്തമാക്കണം. പ്രയാസം വരുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്നവരാണോ? അല്ലല്ല. പ്രയാസം വരുമ്പോൾ എന്ത് പറയണം? ഒന്ന് പറഞ്ഞേ
എന്നതിന്റെ വിശദീകരണം ആവശ്യമില്ല. നിങ്ങളിപ്പോൾ 1-ാം ക്ലാസ്സിലല്ല, മേലോട്ട് കയറിയില്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിമ, സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഖിത്അത്തു കബിദി, എന്റെ കരളിന്റെ കഷ്ണാണ്. ഫാത്തിമ സയ്യിദത്തു അഹ്ലിൽ ജന്ന, സ്വർഗീയ തരുണിമാരുടെ നേതാവാരാണ്? ഫാത്തിമ. അങ്ങനെയുള്ള ഫാത്തിമ ബീവിയെ അള്ളാന്റെ റസൂൽ കെട്ടിച്ചു കൊടുക്കുന്നത് പാവപ്പെട്ട കയ്യിലൊന്നുമില്ലാത്ത അലി റളിയല്ലാഹു അൻഹുവിനാണ്. പിന്നെ അലിക്കൊരു സാധനം ഉണ്ട്, എന്തുട്ടാ? ദീൻ. എന്താ ഉള്ളത്? നമ്മൾ തീൻ മാത്രമേ നോക്കുന്നുള്ളൂ. ശരിക്കും നമ്മൾ വിഡ്ഢികളല്ലേ? ഇന്ന് നമ്മളിങ്ങനെ ഭക്ഷണം നോക്കി ഐശ്വര്യം മാത്രം നോക്കി കെട്ടിക്കുമ്പോൾ ഇന്നത് കൊടുത്ത അള്ളാഹ്ക്ക് നാളെ അത് എടുത്ത് മാറ്റാൻ കഴിയൂലേ? പറ്റൂലേ? നിങ്ങളെ അഭിപ്രായം? എന്നാ ദീനുള്ള ഒരുച്ചനാണെങ്കിൽ മോള് പട്ടിണി കിടക്കൂല, ഉറപ്പാണ്. ആ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും അവള് സഹിച്ചോളും. കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ അവൾക്ക് ഉണ്ടാവൂല. അവളും ദീനുണ്ടാകണം, കെട്ടിച്ചു കൊടുക്കുന്നിടത്തും അവനെന്തുണ്ടാകണം? അങ്ങനെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു, അങ്ങനെ അലിയുടെയും ഫാത്തിമയുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് റളിയല്ലാഹു അൻഹുമ മുത്തുനബി ഒരു ആട്ടുകല്ല് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. എന്തിനാ? അതിലിങ്ങനെ ആട്ടുകല്ലില് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അത് വിൽക്കും. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി അവിടുത്തെ കൈ ഇങ്ങനെ പോളം വന്ന് വീർത്തിട്ട് പൊട്ടി വ്രണം വന്നു, ആകെ ഇങ്ങനെ പ്രയാസപ്പെടാൻ തുടങ്ങി, ഭയങ്കര വേദന. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ, വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റണില്ല. അപ്പൊ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഫാത്തിമ ബീവി വരികയാണ്. അപ്പൊ വരുമ്പോ ആയിഷ ബീവിയാണ് അവിടെ ഉള്ളത്. മുത്തുനബി പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, എളിമായാണല്ലോ ആയിഷ ഉമ്മ, എന്റെ കൈ ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട്, എനിക്കൊരു ജോലിക്കാരിനെ കിട്ടണം, ബാപ്പാനോടൊന്ന് പറയണം കേട്ടോ, ഞാൻ പോവാണ്, കുട്ടികളോട് ഒറ്റക്കാണ്. ഫാത്തിമ ബീവി പോയി. അങ്ങനെ നബിയുനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ വന്നു. ആയിഷ ബീവിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. എന്താ വന്നത്? അതെ, അവളുടെ കയ്യൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട്, അവൾക്കൊരു സെർവന്റിനെ വെച്ചു കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാ വന്നതെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഓടുകയാണ് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഫജാഅ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഖദ്നാ മളാജിഅന, ഞങ്ങളിങ്ങനെ കിടക്കാണ്, ആര്? ഫാത്തിമയും അലിയും. ബാബാനെ കണ്ടപ്പോഴേക്ക്, റസൂലുള്ളാഹിനെ കണ്ടപ്പോഴേക്ക് ഞങ്ങളിങ്ങ് ചാടി എണീക്കാൻ പോയപ്പോ ഞങ്ങളവിടെ പിടിച്ചിരുത്തിയിട്ട് കിടക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലെ, ഒരു ബന്ധം നോക്കി നിങ്ങൾ അല്ലേ? അമ്മായപ്പന്റെ സ്വാതന്ത്ര്യം നോക്കി ആ വീട്ടിൽ കയറാൻ, ആ വീട്ടിലെല്ലാത്തിലും ഇടപെടാൻ. അങ്ങനെയുള്ള അമ്മായപ്പനാകണം, അങ്ങനെയുള്ള മരുമോനാകണം. ഇതിനൊക്കെ എന്ത് വേണം നീ പറയണത്? എന്ത് വേണം? തീൻ അല്ല, എന്ത് വേണം? ബാക്കിയൊക്കെ പിന്നെയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ദീനിന് കൊടുക്കണം. മറ്റേത് നമ്മുടെ മൊല്ലാക്ക് ഇവിടെ നിന്ന് അല്ലെങ്കിൽ അതിൽ ഉസ്താമാരിരുന്ന് അർബോ ഹിസാൽ, മറ്റേ നമ്മളെന്താ ഉസ്താ ഹദീസ് എങ്ങനെ വിട്ടുമല്ലോ, ഇങ്ങനെ ഓതാനുള്ള ഒരു സാധനം മാത്രമാണ്. ദീൻ മുറുകെ പിടിക്കണം. എവിടെ? ഒരു ദീനും ബന്ധമില്ലാത്ത കല്യാണത്തിൽ പോയിരുന്നിട്ടായിരിക്കും ഈ ഖുത്ബ ഓതണത്. അത് സംഗതി ഇങ്ങനെ കേൾക്കാനുള്ളൊരു വിഷയം മാത്രമായി പോയി. അപ്പൊ ഇവരുടെ നടുവിൽ വന്നിരിക്കണം മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ എന്നെ നോക്ക് ഒരു സെർവന്റിനാണോ അല്ലേ? അല ഉഅല്ലിമുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി, നിങ്ങൾ രണ്ടുപേരും ചോദിച്ച കാര്യത്തിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു സാധനം ഞാൻ നിങ്ങൾക്ക് തരട്ടെ. വേഗം ചാടിയൊക്കെ എണീറ്റ് അടുത്തിങ്ങനെ ഇരിക്കാൻ. എന്താണത്? അതൊരു കിടിലൻ സാധനമാണ്. എന്താണ്? കിടക്കാൻ നേരത്തെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ ചൊല്ലിട്ട് കിടന്നു. സെർവന്റിനേക്കാൾ ഗുണാണ് സയ്യിദുനാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ എന്റെ പൊന്നുമോളെ, അള്ളാഹു തന്നതാണ് ഈ അവസ്ഥ നിനക്ക്. ഈ അവസ്ഥയിൽ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ് തൃപ്തിപ്പെടാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഈ ദുനിയാവിലെ വേദന, സെർവന്റൊക്കെ ഈ ദുനിയാവിലെ കുറച്ചു കാലത്തെ സുഖത്തിനല്ലേ. എന്റെ മോള് സ്വർഗീയ തരുണീമണികളുടെ നേതാവാണ്, അവിടെ പോയി വലിയ സുഖാഡംബരങ്ങൾ ആസ്വദിക്കാനുള്ളതല്ലേ. ഈ പ്രയാസങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് പറഞ്ഞോ, അള്ളാഹ് നിനക്ക് സുഖം തരൂലേ സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അതായത് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ ചെറുപ്പം മുതലേ ചില കാര്യങ്ങളിൽ പൊരുത്തപ്പെടാൻ പ്രാപ്തരാക്കണം അല്ലേ? അതായത് സേ നോ. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പറയും, കുട്ടികൾ ഒരു നോ പറയാൻ പഠിക്കണം. എപ്പോഴും എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന കുട്ടികൾ ഒരു വഴികേടിലായി പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും എന്നാൽ എല്ലാം വാങ്ങിക്കൊടുക്കാത്ത വാപ്പായും ആകാൻ പാടില്ല, അതും പ്രശ്നമാണ്. എല്ലാം കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ കിട്ടരുത്. ചിലതിനോടെല്ലാം നോ പറയാൻ പാരന്റ്സ് പഠിക്കണം. ചില സമയത്ത് നോ പറയണം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ചില സമയത്ത് തൃപ്തിപ്പെടാൻ, സാഹചര്യങ്ങളോട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഇപ്പൊ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? അൽഹംദുലില്ലാഹ്,
ഏതവസ്ഥയിലും, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, കുറവിലും കൂടുതലിലും, അല്ലെ, ലാഭത്തിലും നഷ്ടത്തിലും ഒക്കെ റബ്ബിനെ തൃപ്തിപ്പെടാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബം. അപ്പൊ എല്ലായിടത്തും നമുക്ക് അപ്പൊ റബ്ബിന്റെ തർബിയത്തൻ രോഗത്തിലും ആരോഗ്യത്തിലും നഷ്ടത്തിലും ലാഭത്തിലും എല്ലായിടത്തും ആരുടെ തർബിയത്താണ്? അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ പണി. ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ തർബിയത്താണെന്ന് മനസ്സിലാക്കി നിന്നു കൊടുക്കുക. അൽഹംദുലില്ലാ. ചികിത്സിക്കണ്ടെന്നല്ല, ചികിത്സിക്കണം രോഗം വരുമ്പോ. പക്ഷെ അള്ളാഹിനെ കുറ്റപ്പെടുത്തണോ? എനിക്ക് മാത്രമാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കണോ? ഒന്നുമില്ല. ആ പ്രയാസം വരുമ്പോ അൽഹംദുലില്ലാ പറഞ്ഞങ്ങ് നിന്നു കൊടുത്താൽ മതി. ആ നൃത്തം അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവരും കേട്ടല്ലോ. ഇതുപോലെ ജീവിതത്തിലൊന്ന് അന്വർത്ഥമാക്കുന്നേ. നമ്മുടെ ജീവിതം മാറി മറിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് വേറെ ദുആകളൊന്നുമില്ല, ഇത് തന്നെ മതിയല്ലോ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.